അനിവാര്യമായ പതനം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവരവർ ചെയ്യുന്ന കർമ്മത്തിൻ്റെ കർമ്മഫലം ഉണ്ടാകും എന്നുള്ളതൊരു വലിയ സത്യമാണ്. അത് ആര് തന്നെയായാലും, എത്ര ഉയരത്തിലുള്ള ആളാണെങ്കിലും ഏത് അധികാരത്തിലുള്ള ആളാണെങ്കിലും അവരവർ ചെയ്യുന്ന കർമ്മത്തിൻ്റെ കർമ്മഫലം ഉണ്ടാകും. പല കാര്യങ്ങൾ ചെയ്തിട്ടും, പല വലിയ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടും അത് ഞാൻ കെയർ ചെയ്യുന്നില്ല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് അത് തീർച്ചയായിട്ടും ഉണ്ട് എന്നുള്ളതാണ്. കാരണം ഈ ഒരു ആരോപണങ്ങൾ വന്നതിന് ശേഷവും അതുപോലെ തന്നെ അതിജീവിത ആദ്യമായി പരാതി കൊടുത്തതിന് ശേഷവും ഒക്കെ ആരോപണങ്ങൾ വന്നതിന് ശേഷം, അതായത് അതിജീവിത പരാതി കൊടുക്കുന്നതിന് മുമ്പൊക്കെയുള്ള ഒരു രീതി നമുക്കറിയാം. ഇതൊന്നും കെയർ ചെയ്യാതെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന രീതിയിൽ മുന്നോട്ട് പോകുന്നതാണ് നമ്മൾ കണ്ടത്. പിന്നീട് പരാതി കൊടുത്തതിന് ശേഷവും അതേപോലെ തന്നെയുള്ള ഒരു മനോഭാവത്തിൽ തന്നെ, അപ്പോൾ ഒരു ഹൂ കെയേഴ്സ് എന്നുള്ളൊരു മനോഭാവത്തിൽ തന്നെയാണെന്ന് പറയേണ്ടി വരും. ഈ വിധി മറിച്ചായിരുന്നെങ്കിൽ, തിരിച്ചായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ, അല്ലെങ്കിൽ എന്തൊക്കെയായിരിക്കും ഈ അതിജീവിതയെ പോലുള്ള അല്ലെങ്കിൽ ഇരകളായിട്ടുള്ള പെൺകുട്ടികൾ, അല്ലെങ്കിൽ ഇത് പറയാൻ തയ്യാറായവർ നേരിടേണ്ടി വരിക എന്നുള്ളത് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ്. അത്രമേൽ രൂക്ഷമായ സൈബർ അറ്റാക്കും രൂക്ഷമായ പ്രതികരണങ്ങളും ഒരുതരം ഗുണ്ടായിസം തന്നെ ഇവിടെ ഉണ്ടാകുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ആ കാര്യത്തിലാണ് കോടതിയുടെ വിധിയെ ഏറ്റവും ബഹുമാനപൂർവ്വം സ്വീകരിക്കുന്നത്. കാരണം അത് മനസ്സിലാക്കാൻ കോടതിക്ക് സാധിച്ചു എന്നുള്ളതിൽ വലിയൊരു സമാധാനവും വലിയൊരു സന്തോഷവുമുണ്ട്. ഇപ്പോഴും നമ്മൾ സൈബർ രംഗം നോക്കിക്കഴിഞ്ഞാൽ ഈവൻ എൻ്റെ ഫോട്ടോസിൻ്റെ അടിയിലും വീഡിയോസിൻ്റെ അടിയിൽ പോലും ഇപ്പോഴും തെറി അഭിഷേകം നടക്കുകയാണ്.